ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. വിശ്വപൗരനെന്ന വിശേഷണമുള്ളൊരു ആചാര്യനാണ് തിക് നട്ട് ഹാൻ. വിയറ്റ്നാമിലാണ് ജനിച്ചത്. അവിടുന്ന് അദ്ദേഹത്തെ പിന്നീട് പുറന്തള്ളുന്നു. ഫ്രഞ്ച് ഗവൺമെൻറ് അഭയം കൊടുക്കുന്നു. അപ്പാർട്ടൈഡ് എന്നൊരു സ്റ്റാറ്റസാണ് അദ്ദേഹത്തിൻ്റെ ട്രാവൽ ഡോക്യുമെൻറ്റ്സായിട്ട്, യാത്രാരേഖകളായിട്ട് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന സ്റ്റാറ്റസ്. അതിൻ്റെ അർത്ഥം ഒരു ദേശത്തും പെടാത്ത ഒരാൾ. അങ്ങനെ ഒരു ദേശത്തും പെടാത്ത ഒരാൾ എല്ലാ ദേശങ്ങളിലുമുള്ള കുറേ അധികം മനസ്സുകളെ ഭാസുരമാക്കിയിട്ടുണ്ട്. 80 കഴിഞ്ഞ് ഈ ആചാര്യൻ ഒരു പക്ഷാഘാതത്തിന് ശേഷം, ഗൗരവമായൊരു സ്ട്രോക്കിന് ശേഷം വിശ്രമത്തിലാണ്. എന്നിട്ടും ചെറിയ ചെറിയ സഞ്ചാരങ്ങളുണ്ട്, സന്ദർശനങ്ങളുണ്ട്, ദീർഘമായ പ്രഭാഷണങ്ങളില്ല. അത് പറയുന്നു തൻ്റെ ചെറിയ ചലനങ്ങൾ പോലും തൻ്റെ ദൂത. അദ്ദേഹം 1997 ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പിന്നീട് പ്രസിഡൻ്റായി മാറിയ ശ്രീ KR നാരായണൻ, അന്ന് അദ്ദേഹം വൈസ് പ്രസിഡൻ്റായിരുന്നു. അവർക്കിടയിൽ ദീർഘമായ ചില സംഭാഷണങ്ങളുണ്ടായി. അന്ന് വർദ്ധിച്ചു വരുന്ന ഒരു ധാർമ്മിക കുറവിനെക്കുറിച്ച്, ആ മൂല്യങ്ങളുടെയൊക്കെ ഒരു തകിടമറിച്ചിലിനെക്കുറിച്ച് ആവശ്യത്തിലേറെ വ്യാകുലപ്പെട്ട ശ്രീ KR നാരായണനോട് ഒരു പരിഹാരമായിട്ട്, അല്ലെങ്കിൽ ഒരേ ഒരു പരിഹാരമായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: 2 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു നിശബ്ദത രൂപപ്പെടുത്താനായിട്ട്, അതിനുശേഷം എല്ലാം ആരംഭിക്കാനായിട്ട് അങ്ങ് ശ്രദ്ധിക്കണം. അത് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിന് മുമ്പാവാം, പാർലമെൻറ്റിലൊരു സെഷൻ തുടങ്ങുന്നതിന് മുമ്പാവാം, കരക്ക് നിൽക്കുന്നതിന് മുമ്പാവാം, അവളെ പ്രാപിക്കുന്നതിന് മുമ്പാവാം. 2 മിനിറ്റ് പോലും ദൈർഘ്യം ആവശ്യമില്ല. അത് വാക്ക് മൈൻഡ്ഫുൾനെസ് എന്നൊരു വാക്കാണ്. പ്രകാശമുള്ള ബോധമെന്നോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ പരാവർത്തനം ചെയ്യാം. ആ വർഷം ശ്രീ KR നാരായണൻ ഈ പാർലമെൻറ്റിന് വേണ്ടി ഒരു എത്തിക്സ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ പ്രേരണ ഈ ആചാര്യനാണെന്ന് കരുതപ്പെടുന്നു. ചുരുക്കത്തിൽ 2 മിനിറ്റ് കൊണ്ട് ഭംഗിയാക്കാവുന്ന, കുലീനമാക്കാവുന്ന നമ്മുടെ ജീവിതം, അത്രയും മതി. ഈ നെട്ടോട്ടങ്ങൾക്കിടയിൽ, ഈ തിരക്കുകൾക്കിടയിൽ ഒരുപക്ഷെ ദീർഘമായ പ്രാർത്ഥനായാമങ്ങളിലൊക്കെ എത്തിച്ചേരാനായിട്ട് പലർക്കും പറ്റിയെന്നിരിക്കില്ല. എനിക്കതിനകത്ത് നല്ല ഉറപ്പുണ്ട്. അതെൻ്റെ ആ കിളിന്ത ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൻ അങ്ങനെ ദീർഘമായ പ്രാർത്ഥനായാമങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. മിക്കവാറും കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളും കലാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ആബ്സെൻ്റ് ആയിരുന്നു. പക്ഷേ 2 മിനിറ്റ് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. അധ്യാപകനാണ്, പലപ്പോഴായിട്ട് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട്, പള്ളിക്കൂടത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ 2 മിനിറ്റ് ഇങ്ങനെ ആ തിരുഹൃദയ നടയിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അന്തിക്ക് മടങ്ങി വരുമ്പോഴും അതേപോലെ ഇങ്ങനെ തിരുഹൃദയത്തെ ഉറ്റുനോക്കി ഏതാനും നിമിഷങ്ങൾ നിൽക്കുന്നു. അങ്ങനെ പരമാവധി ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഭാഷയിൽ ഒരു 2 മിനിറ്റിൽ 4 മിനിറ്റ് വരാവുന്ന ആ നിശബ്ദത കൊണ്ടും ധ്യാനം കൊണ്ടും ശ്രദ്ധ കൊണ്ടുമൊക്കെ അദ്ദേഹം പ്രാർത്ഥനയൊക്കെ ഒത്തിരി ഉണ്ടെന്ന് കരുതുന്ന ഞങ്ങളെക്കാളൊക്കെ എത്രയോ കുലീനമായിട്ട്, എത്രയോ ആ പ്രകാശമുള്ള ഒരാളായിട്ട് ജീവിക്കുകയും കടന്നു പോവുകയും ചെയ്തു. അപ്പോൾ ആ തിരുഹൃദയത്തിൻ്റെ ഓർമ്മ ഈ വിശേഷങ്ങളിൽ എൻ്റെ അപ്പൻ്റെ ആ ഒരു ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു വല്ലാത്ത ഒരു പ്രചോദനം കണക്കായിട്ടാണ് ഇത് അനുഭവപ്പെടുക. പക്ഷേ വല്ലാത്ത ആശങ്കകളെന്നുള്ള പരിഹാരമായിട്ടും ഇത് അദ്ദേഹത്തിന് സന്ധികൾ അനുഭവപ്പെട്ടിട്ടുണ്ടാകും. പിന്നീട് ഈ പ്രോബ്ലം ട്രീ എന്ന് പറയുന്ന ഒരു സങ്കല്പം വായിക്കുമ്പോഴൊക്കെ ഞാൻ അതുമായിട്ടാണ് ഇതിനെ ഇങ്ങനെ താരതമ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചത്. ഏതോ ഒരു ദേശത്ത് ഇങ്ങനെ ജോലി കഴിഞ്ഞെത്തുന്ന മനുഷ്യർ തങ്ങളുടെ ആ തൊഴിലിടത്തെ ആ സ്ട്രെസ്സും അതുമായി ബന്ധപ്പെട്ട ചില അപമാനങ്ങളും ഭാരങ്ങളും ഒക്കെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് അവർ മുറ്റത്ത് ഒരു വൃക്ഷം നട്ട് വളർത്തുന്നുണ്ട്. എന്നിട്ട് അതിനു മീതെ ഇതൊക്കെ അഴിച്ചു വെക്കുന്ന മട്ടിൽ ഒരു ആചാരത്തോടു കൂടി ചെയ്തിട്ട് വളരെ ഭാരമില്ലാത്തവരായിട്ട്, ആകുലതയില്ലാത്തവരായിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നു. ആ വൃക്ഷമാണ് ഇവരെ മുഴുവൻ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒക്കെ ഏറ്റെടുക്കുക. പ്രോബ്ലം ട്രീ എന്നാണ് ആ ദേശത്ത് ആ അവരുപയോഗിക്കുന്ന വാക്കിൻ്റെ ആ ഇംഗ്ലീഷുള്ള അർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട്, നമ്മുടെ ഗാർഹിക ജീവിതവുമായിട്ട് വല്ലാത്ത ബന്ധമുള്ള ആ പ്രതീകത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ ഒക്കെ ദിവസങ്ങളാണ് ഈ ജൂൺ മാസം. ജൂൺ ഇങ്ങനെ തിരുഹൃദയത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടിട്ടുള്ള കാലമാണ്. ഭിത്തിയിലൊരു ചിത്രം, ഇത്തരം ചിത്രങ്ങളോടും രൂപങ്ങളോടുമൊക്കെ നിരുന്മേഷത പുലർത്തുന്നവരും താല്പര്യക്കുറവ് പുലർത്തുന്നവരൊക്കെ ഉണ്ട്. അവർ പുലർത്തുന്ന ആ എല്ലാ വാദങ്ങളോടും ഒക്കെ മതിപ്പ് പുലർത്തിക്കൊണ്ട് തന്നെ എന്നെ അലട്ടുന്ന ഒരു കുഞ്ഞു പ്രശ്നം ഇതാണ്: ഇത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഭാവനയുടെ ചില പിൻബലമില്ലാതെ എത്ര കാലം ഒരു സ്പിരിച്വാലിറ്റി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? യേശു എന്ന് പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. യേശുവിൻ്റെ രൂപത്തെക്കുറിച്ചൊക്കെ ആവശ്യത്തിലേറെ
തർക്കങ്ങളുണ്ട്. ചിലർ വിചാരിക്കുന്നു ഇദ്ദേഹം നമ്മളുടെ ചിത്രങ്ങളിലൊക്കെ കാണുന്ന കണക്ക്, ഒരു പക്ഷേ അതായിരിക്കും എൻ്റെ ഒരു ടെമ്പറമനുസരിച്ച് ഞാൻ ഗൗരവമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആശയം പോലും. ഇങ്ങനെ വളരെ ഏറെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ ആയൊരു മനുഷ്യൻ്റെ പേര് യോശുവ എന്ന് പറയുന്ന ആ പേര് വളരെ കോമണാന്ന് പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസും ഒക്കെ വളരെ കോമൺ ആയിരുന്നു. അതുകൊണ്ടാണ് ഒത്തിരി പേരുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടേറ്റുന്ന വിധത്തിൽ ഒരു ഒറ്റുകാരനൊക്കെ വേണ്ടി വന്നൊക്കെ ഉള്ള വായനകൾ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വായനകളാണ്. എന്നിട്ടും നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് യേശു എന്ന് പറയുമ്പോൾ ഒരു ചിത്രം വന്നത്? നമ്മുടെ ദർശനങ്ങളിലും ചിത്രങ്ങളിലും അല്ലെങ്കിൽ സ്വപ്നങ്ങളിലും ഒക്കെ വരുന്നത് അത് നിശ്ചയമായിട്ട് മനുഷ്യഭാവനയിൽ നിന്ന് രൂപപ്പെട്ട ഒരു മനുഷ്യഭാവന ആത്മീയതയ്ക്ക് കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗം. ഒരു ചർച്ച് ആർട്ട് അല്ലെങ്കിൽ ഒരു ക്ഷേത്രകലയൊക്കെ നിശ്ചയമായിട്ട് ഇങ്ങനെ മനുഷ്യ സംസ്കാരത്തെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളോട് ഗൗരവമായ വചനവിരുദ്ധമാണെന്നൊക്കെ പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു ബൈപ്പാസ് ചെയ്യാവുന്ന ചില വിചാരങ്ങളാണ്, തർക്കങ്ങളുമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മീതെ കാണാൻ പറ്റുകയും അത്തരം ചില അടയാളങ്ങളില്ലാതെ ചില കാര്യങ്ങൾ ധ്യാനിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അവർ മറ്റൊരു ശ്രേണിയിൽ നിൽക്കുന്നവരാണ്. ഒരു മനുഷ്യഭാവനയുമായി ബന്ധപ്പെട്ട് അതിനകത്തുനിന്ന് മൈനസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ യേശു സങ്കല്പം ഏതാണ്ട് അസാധ്യം. രൂപങ്ങളും ശില്പങ്ങളുമൊക്കെ കൊത്തരുതെന്നൊക്കെ പറയുന്ന അതേ മോശ തന്നെ എന്തിനായിരിക്കണം ഇങ്ങനെ ഒരു പിത്തള സർപ്പത്തെ കൊത്തിവെച്ചത്? പിന്നീട് നമുക്കറിയാം ആ പിത്തള സർപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവർ പരിഗണിക്കുകയും അതിനു മീതെ ക്രമാതീതമായിട്ടുള്ള അനുപാതമില്ലാത്ത ഒരു ആദരവോ ആരാധന വന്നു കഴിഞ്ഞപ്പോൾ അത് തകർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ചില അടയാളങ്ങൾ അങ്ങനെ ഒരു 16 നൂറ്റാണ്ടിൽ നിന്ന് അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിൻ്റെ 1673-നും 75-നും ഇടയിൽ മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന് പറയുന്ന ഒരു സന്യാസിനിക്ക് കിട്ടിയ ദർശനങ്ങളിൽ നിന്നാണ് ആ തിരുഹൃദയം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് രൂപപ്പെടുക. ആദ്യമായിട്ട് ഈ വിസ്തയ്ക്ക് ഈ ഒരു കാഴ്ച ഉണ്ടായത് നമുക്കറിയാം. ഇങ്ങനെ ഒരു ചങ്ക്, അതിന് മീതെയായിട്ട് അഗ്നി, അതിനെ വലം ചുറ്റി ഇങ്ങനെ മുള്ളുകളുടെ ഒരു വലയം, പിന്നെ ഇതൊരു കുരിശടയാളം. ഇതിങ്ങനെ ആ വിസ്തയ്ക്ക് വെളിപ്പെടുത്തി കിട്ടിയ ഒരു പ്രതീകമായിട്ട് ഒരു സാന്നിധ്യത്തിൻ്റെ സൗമ്യ ഓർമ്മയൊക്കെ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അതൊരു ഡിസംബർ 27-ാം തീയതി. ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിങ്ങനെ യേശുവിൻ്റെ മാറിൽ ചേർന്ന് കിടന്ന യോഹന്നാൻ്റെ ഓർമ്മ തിരുനാൾ കൂടിയാണ്. അങ്ങനെ വളരെ കണ്ണു നിറയിക്കുന്ന, കൈകൂപ്പേണ്ടി വരുന്ന വിധത്തിലുള്ള കുറേ അനുബന്ധ ദർശനങ്ങളുടെ ഒടുവിൽ നിന്നാണ് ഈ തിരുഹൃദയ ഭക്തി എന്ന് പറയുന്ന ഒരു രീതി ആരംഭിച്ചത്. പക്ഷേ ഇങ്ങനെ ദേവാലയത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇങ്ങനെ ഒരു തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന ഒരു വീട് ഒരു ദേവാലയം കണക്ക് പവിത്രമാണ്. നമുക്കറിയാം 2 ഇടങ്ങളിലാണ് നമ്മളിങ്ങനെ പാദരക്ഷകളയച്ച് മാറ്റും. ഒന്ന് പള്ളിയിലും മറ്റൊന്ന് വീടിനകത്തോ. രണ്ടും ഇങ്ങനെ പവിത്രമായ ഇടമാണ്. നമ്മൾ ചവിട്ടാൻ പോകുന്ന ഇടം പവിത്രമാണെന്നാണ് ഓരോ പ്രാവശ്യവും വീടിൻ്റെ ഉമ്മറത്ത് വെച്ചോ പള്ളിയുടെ നടയിൽ വെച്ചോ നമ്മളിങ്ങനെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുമ്പോൾ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. മനുഷ്യൻ സ്വീകരിക്കുന്ന എല്ലാ ആചാരങ്ങൾക്ക് പിന്നിലും വല്ലാത്ത ധ്യാനമുണ്ടാവണം. നമ്മളിതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കൂടി നമ്മളായിട്ട് കണ്ടെത്തുന്ന ചില അർത്ഥങ്ങൾ കൂടിയുണ്ട്. എല്ലാവർക്കും ഒരു ത്രോൺനെസ് ഉണ്ടെന്നാണ് പറയുക. ഓരോ തരം ആചാരങ്ങളിലേക്കും ശീലങ്ങളിലേക്കും രീതികളിലേക്കുമൊക്കെ നമ്മുടെ യാതൊരുവിധ ചോയ്സും ഇല്ലാതെ നമ്മളിങ്ങനെ എറിയപ്പെടുകയാണ്. പക്ഷേ ആ എത്തിയ ഇടങ്ങളിൽ ഓരോ കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ അർത്ഥം കണ്ടെത്തി കുലീനമായിട്ട് ജീവിക്കുന്നതിനകത്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ കുറേ കൂടി മഹനീയമായൊരു വാക്കായിട്ട് മാറുന്നത്. അപ്പോൾ ആ ദേവാലയത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ തിരുഹൃദയ പ്രതിഷ്ഠ ഇത്രയും ഇങ്ങനെ പൊതുസമ്മതി നേടിയതെന്ന് ഒരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട്. അതൊരു പഴയ നിയമത്തിലെ വാഗ്ദാന പേടകമായിട്ട് സഞ്ചരിക്കുന്ന ഒരു രീതിയുടെയൊക്കെ ഒരു ചെറുതോ വലുതോ ഒക്കെ ആയ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്കറിയാം, ദൈവം ഇങ്ങനെ ഒരിടത്ത് മാത്രം കുരുങ്ങിയ ഒന്നായിട്ട് അവർ സങ്കല്പിച്ചില്ല. അവരോടൊപ്പം സഞ്ചരിച്ചു. അവരുടെ കൂടാരങ്ങളിൽ ഇങ്ങനെ നടുമുറ്റത്തായിട്ട് വാഗ്ദാന പേടകം ഉണ്ടായിരുന്നു. അതിനു മുമ്പിലിരുന്നു കൊണ്ട് അവർ ഭക്ഷണം കഴിച്ചു. അതിനു മുമ്പിൽ അവരിന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അതിനു മുമ്പിലിരുന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, കൊച്ചുവർത്താനം പറഞ്ഞു. അതിനു മുമ്പിലിരുന്ന് അവർ സഹശയനത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. ഇത് കണക്ക് വേണമെങ്കിൽ ഒരു തിരുഹൃദയ നടയെന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഏറ്റവും സേക്രഡ് സ്പേസ് ആയിട്ട് മാറാം. എന്തിനാണ് അത്രയും സേക്രഡ് സ്പേസ്, എല്ലായിടവും സേക്രഡ് സ്പേസ് ആണെന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. ഞാനുമൊക്കെ അത്തരം ചില വിചാരങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ പണ്ടൊരു റാബി തൻ്റെ മകനിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ, വനത്തിനുള്ളിലേക്ക് പോകുമ്പോൾ അവനെ ശകാരിച്ചത് കണക്കാണ്. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് ഈ വനങ്ങളുള്ളിലേക്ക് പോകുക? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ദൈവം എല്ലായിടത്തും ഉണ്ടെന്നും എല്ലായിടത്തും ഒരേപോലെ എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എല്ലായിടത്തും ഒരുപോലല്ല. ചില ഓർമ്മപ്പെടുത്തൽ നമ്മുടേത് കണക്ക് എപ്പോൾ വേണമെങ്കിലും പാളിപ്പോകാവുന്ന ഒരു ജീവിതത്തിന് അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്
ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും സേക്രഡ് സ്പേസായിട്ട് ഇങ്ങനെ കണ്ടെത്തിയാൽ നല്ലതാണ്. അതിനുള്ള രീതികളും ശീലങ്ങളും ഒക്കെ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. ഒരു കടാവിളക്കൊക്കെ മിക്കവാറും എല്ലാ ഗൃഹങ്ങളിലും പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ബൾബൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ട്. എന്ത് പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നതിനേക്കാളും ഒരു തിരി കത്തിക്കുന്നുണ്ട്. വീട്ടിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന്, ഇപ്പോൾ ഒരു മനസ്സമൂഹത്തിന് പെങ്ങളെ ഇറക്കി വിടുന്നു, അല്ലെങ്കിൽ ഒരാൾ പരീക്ഷ എഴുതാൻ പോകുന്നു, വേറൊരു സഹോദരൻ പുറത്തേക്ക് യാത്ര പോകുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്ക് മുമ്പിലും ഇതിനു മുമ്പിൽ ഇങ്ങനെ കണ്ണുപൂട്ടി ഇങ്ങനെ അപ്പൻ ഞങ്ങളെ ചേർത്ത് പിടിച്ച വല്ലാത്തൊരു ഓർമ്മയുണ്ട്. അങ്ങനെ വരുമ്പോൾ തിരുഹൃദയം എന്ന് പറയുന്നത് വെറുതെ ഒരു ഭക്തിയുടെ ആധാരം മാത്രമല്ല, എൻ്റെ കുറേ അധികം വൈകാരികതകളെ വലം ചുറ്റുന്നത് ആ പ്രകാശമാനമായ ഹൃദയത്തിന് ചുറ്റുമാണ്. ഹൃദയം ഇങ്ങനെ വെറുതെ ശരീരത്തിലൊരു അവയവമായിട്ട്, വെറുതെ രക്തം പമ്പ് ചെയ്യുന്നൊരു അവയവമൊക്കെ ആയിട്ട് മാത്രം തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങനെയല്ല അത് നമ്മുടെ ഭാവനയിൽ നിൽക്കുക. ഹൃദയമില്ലാത്തൊരു മനുഷ്യൻ, ഹൃദയമുള്ള മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് വെറുതെ വല്ലാത്തൊരു മെറ്റഫറ, സ്പിരിച്വൽ മെറ്റഫറാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പഴക്കമുള്ള ഹൃദയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴയ കഥ തന്നെ എടുത്താൽ മതി. എല്ലാവരും ആ കഥയൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും ഇങ്ങനെ. അല്ലെങ്കിൽ ആരാണ് ആ കഥ പഠിക്കാത്തത്? അത്തിമരത്തിന് ചിലകൾക്കകത്ത് പാർക്കുന്ന ആ കുരങ്ങിൻ്റെ കഥ. ഇങ്ങനെ പുഴയിൽ കിടക്കുന്ന മുതല വിചാരിക്കുകയാണ് എന്നും അത്തിപ്പഴം കഴിക്കുന്ന ഈ കുരങ്ങിൻ്റെ ഹൃദയത്തിന് എന്ത് രുചിയായിരിക്കും. അങ്ങനെ ഒരു ദിവസം അവനൊരു സവാരിക്ക് പുഴയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. എല്ലാവർക്കും ഇത് ആവർത്തിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനത് ആ കേന്ദ്രന്മാരുടെ ആശയം പറയാൻ വേണ്ടി മാത്രം ഒന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പുഴയുടെ മത്തിയിലെത്തുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതിൻ്റെ ചങ്ക് വേണം. അപ്പം ഈ മുതലയോട് കുരങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, മുതലച്ച, ഞാൻ എവിടെ പോയാലും എൻ്റെ ഹൃദയത്തെ ഞാൻ എൻ്റെ കൂട്ടിനകത്ത് ഒളിപ്പിച്ചിട്ടാണ് വരിക. ചെറുപ്പത്തിൽ അതിങ്ങനെ ഒരു കഥയോ ഒരു കുരങ്ങിൻ്റെ അതിബുദ്ധിയൊക്കെ ആയിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ മുതിർന്നു കഴിഞ്ഞ് എല്ലാവർക്കും അറിയാം, നമ്മൾ ഏത് യാത്ര ചെയ്യുമ്പോഴും എവിടെ പോകുമ്പോഴും നമ്മുടെ ഹൃദയം നമ്മൾ വീടിനകത്ത് ഒളിപ്പിച്ചിട്ടാണ് പോരുക. അപ്പോൾ ആ ഒരു കുഞ്ഞു കഥ കൊണ്ട്, ആ കുട്ടിക്കഥ കൊണ്ട് പോലും നമുക്കറിയാം ആ ഹൃദയം എന്ന് പറയുന്നത് ഇങ്ങനെ ശരീരത്തിലൊരു ഓർഗൻ എന്ന നിലയിലല്ല നമ്മൾ കാണുന്നത്. അത് വേറെന്തോ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സ്നേഹത്തിൻ്റെയും അനുഭാവത്തിൻ്റെയും വിശാലതയുടെയും ഒക്കെ പ്രതീകമായിട്ട് നമ്മളതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ കുറേ കൂടി ഇങ്ങനെ തിരുഹൃദയ നടയിൽ ആ 2 മിനിറ്റ്, ഒരുപക്ഷെ അത്രയും ദീർഘമായ ആ കീർത്തനങ്ങളോ ദീർഘമായ സങ്കീർത്തനങ്ങളോ ഒന്നും ആവശ്യമില്ലായിരിക്കും. 2 മിനിറ്റ് നിന്ന് കഴിഞ്ഞെന്നാൽ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തെ പ്രകാശഭരിതമാക്കാമെന്ന് ആ വീടിനകത്തെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് നല്ലൊരു ധൈര്യമുണ്ട്. ഇപ്പോഴും അത്തരമൊരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ ആ ഹൃദയം എന്താണ് പറയുന്നത്? വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്കറിയാം ഈ ഭിത്തിയിലിരിക്കുന്ന ഈ ഹൃദയം ആ വീടിനോടൊപ്പം ഇടിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ വിശ്വസിക്കുക. വീടിൻ്റെ മുഴുവൻ ചലനങ്ങൾ, അതിൻ്റെ മുഴുവൻ ആകുലതകളും മുഴുവൻ ഭീതികളും മുഴുവൻ ആശങ്കകളും ഒക്കെ ഇത് പങ്കുവയ്ക്കുന്നുണ്ട്. ജോലി പോയ ഒരാൾ, ആരോഗ്യത്തിൻ്റെ പ്രശ്നമുള്ള ഒരാൾ ഇതേ തിരുഹൃദയത്തിൻ്റെ നടയിൽ നിന്ന് തന്നെ നമ്മൾ വെള്ളം പുതപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം വല്ലാത്തൊരു സാക്ഷിയാണ്. നമ്മൾ ഏർപ്പെടുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ഒരു പ്രകാശമുള്ള സാക്ഷി ഉണ്ടെന്ന് പറയുന്നത് തന്നെ എന്തൊരു വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഒരാൾ കാണുന്നുള്ള ഉറപ്പിൽ പോലും നമുക്ക് കുലീനമായിട്ട് ആചരിക്കാവുന്ന ഒരു ചെറിയ ഒരു കാലത്തിൻ്റെ പേരാണ് ജീവിതം എന്നൊക്കെ പറയുക. ഇതുമായിട്ടൊരു താരതമ്യവുമില്ല. വെറുതെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആ ക്യാമറകൾ എടുക്കുക, അപ്പോൾ അതെല്ലായിടത്തും ഉണ്ട്. സ്വാഭാവികമായിട്ട് ഈ ഒരു ക്യാമറ ഉണ്ടെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഒരു ഭക്ഷണശാലയിൽ ഇരിക്കുമ്പോൾ പോലും നമുക്കിങ്ങനെ നമ്മൾ വീടിനകത്ത് കഴിക്കുന്ന കണക്ക് അത്ര അലസമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാനാവില്ല. കാരണം നമുക്കറിയാം ആരോ നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതൊരു ഭീതിപ്പെടുത്തുന്നൊരു കാര്യമാണ്. എനിക്ക് ആവശ്യത്തിലേറെ ബുദ്ധിമുട്ടും തോന്നിക്കുന്നൊരു കാര്യം ഇത്. മനുഷ്യൻ ഇത്രയും മോണിറ്റർ ചെയ്യപ്പെടേണ്ടതുണ്ടോ? പക്ഷേ ഡിവൈനായൊരു എലമെൻറ്റ്, പ്രകാശമുള്ളൊരു ഹൃദയം നിങ്ങൾക്ക് കാവലിരിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കുലീനതയുണ്ട്. കുറേ കൂടി അവൻ്റെ ഹൃദയത്തിനിണങ്ങിയ മട്ടിൽ വ്യാപരിക്കാനുള്ളൊരു ക്ഷണമുണ്ട്. എന്തും ഇങ്ങനെ യേശുവിൻ്റെ മിഴികളിലൂടെ കാണാനും ഏതിനകത്തും ഒരു പരിഹാരമുണ്ടെന്നൊക്കെ ഓർമ്മപ്പെടുത്തലായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മളതിനെ നമിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. ഹൃദയവുമായി ബന്ധപ്പെട്ട പുതിയ നിയമ സൂചനകൾക്കകത്തുനിന്ന് എനിക്ക് തോന്നുന്നൊരു 3 കാര്യങ്ങൾ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഈ രാത്രി വിചിന്തനം അവസാനിപ്പിക്കാൻ എന്നാണ് കരുതുക. ഒന്നിങ്ങനെ യേശു പറയുന്ന കണക്ക്, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കലേക്ക് വരിക, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനോ. യേശു തൻ്റെ ഹൃദയത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത് ആ ഹൃദയം പുലർത്തിയിരുന്ന ഒരു വിനീത ഭാവം. ഒരു നല്ലൊരു കുടുംബത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ സങ്കല്പം അത് തന്നെയാണ്. ഓരോരുത്തരും ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ വിനീതരായിട്ട് നിൽക്കാനായിട്ട് ധൈര്യപ്പെടുന്നു. യേശുവിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യം അതാണ്. ആ കുടുംബത്തിൻ്റെ സമാധാനം കണ്ടിട്ട് ഒരു ജ്ഞാനിയായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, കുഞ്ഞെ നീയാണോ ഈ സമാധാനത്തിന് കാരണം? അപ്പോൾ പറഞ്ഞു, ഞാനല്ല, എൻ്റെ അമ്മയാണ്. അമ്മയോട് ചോദിക്കും, നിങ്ങളാണോ? അപ്പോൾ പറയുന്നു, അല്ല, അപ്പുറത്ത്
ഇവിടെ ഈ പണിശാലയിൽ നിൽക്കുന്ന ആ ജോസഫ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പുരുഷനാണ്, തച്ചനാണ്. ഇങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിൻ്റെ സുഹൃതങ്ങൾക്കും നന്മകൾക്കുമൊക്കെ ബാക്കിയുള്ളവർ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ ഒരു സൈക്കിൾ കണക്ക് ഇങ്ങനെ വലം ചുറ്റി കഴിയുമ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് വീടിനകത്ത് സമാധാനവും ഇത്രയും തൃപ്തിയും ഒക്കെ. കാരണം ആരും തങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല, അവരുടെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. കുറേ കൂടി ശാഠ്യങ്ങളില്ലാത്ത, കുറേ കൂടി തർക്കങ്ങളില്ലാത്ത, ആരും ആരോടും ഒന്നും ശടിക്കാത്തൊരു ഭവനാന്തരീക്ഷം രൂപപ്പെടുത്താനായിട്ടുള്ളൊരു സൂചനയായിരിക്കണം എൻ്റെ ഹൃദയം വിനീതമാണെന്ന് പറയുന്നതിലൂടെ യേശു അർത്ഥമാക്കുന്നത്. ജീവിതം കുറേ കൂടി വിനീതമാവട്ടെ. മറ്റൊരു തിരുഹൃദയ ഓർമ്മ കൂടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ നെഞ്ചോട് മാറോട് ചേർന്ന് കിടന്ന ആ യോഹന്നാൻ. എനിക്ക് തോന്നുന്നൊരു കുടുംബത്തിന് മുമ്പിൽ തിരുഹൃദയ നടയിൽ നിൽക്കുമ്പോഴുള്ള ക്ഷണം അതാണ്, സറണ്ടർ യുവർ ഹെഡ് ടു മൈ ഹാർട്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ തല കൊണ്ടാണ് ജീവിക്കുന്നത്. കാര്യം കുടുംബ ബന്ധങ്ങൾ വളരെ സഹജമാണെന്നും സ്വാഭാവികമാണെന്നും ഒക്കെ കരുതുമ്പോൾ പോലും ഏതോ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ലാഭനഷ്ടങ്ങളുടെയൊക്കെ കണക്ക് ഈ വീട്ടങ്കണങ്ങളിൽ നിന്ന് മുഴങ്ങുന്നുണ്ട്. ഇത്രയും ചിലവഴിച്ചു, അതിനുള്ള റിസൾട്ട് കണ്ടില്ല, പഠിപ്പിച്ചിട്ട് എന്താ കാര്യം പറ്റിയത്, ഇത്രയും കാശ് കൊടുത്ത് നിനക്കൊരു കാര്യം ഒരു ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് നീ എന്തിനാ തിരിച്ചു വന്നത്. ഇങ്ങനെ ഒരുപക്ഷെ മനുഷ്യൻ അവൻ്റെ വല്ലാത്ത സമ്മർദ്ദങ്ങളിൽ നിന്നുണ്ടായിരിക്കാം ഇങ്ങനെ ഈ കണക്കുകളെക്കുറിച്ച് വല്ലാതെ പറയുന്നുണ്ട്. ഒരിടത്ത് ഈ കണക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിനകത്ത് എന്താ ലാഭം എന്നൊക്കെ ആരെങ്കിലും കരുതി തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആ ഇടം ദേവാലയത്തിൽ നിന്ന് കച്ചവട സ്ഥലമായിട്ട് മാറുക. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഈ തിരുഹൃദയ സാന്നിധ്യം കൊണ്ട് ദേവാലയം എന്ന് മാറുക. പക്ഷേ ഈ ഒരൊറ്റ നോഷം കൊണ്ട് ഇത് പെട്ടെന്നൊരു ചന്തസ്ഥലമായിട്ട് യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ ദേവാലയത്തെ ചന്തസ്ഥലമാക്കി. പള്ളിയോട് ചേർന്നിങ്ങനെ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കുന്നത് കൊണ്ടൊന്നും മാത്രം ഈ ചന്തസ്ഥലങ്ങൾ ഉണ്ടാകുന്നില്ല. അതൊരു ആറ്റിറ്റ്യൂഡാണ്. മനുഷ്യരിങ്ങനെ ലാഭത്തിലും കണക്കുകളിലും പെട്ടുപോകുന്ന ഏതിടത്തിൻ്റെയും മുമ്പിലുള്ള സാധ്യത. ഇതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനമില്ലാത്ത കാര്യങ്ങളും ഭൂമിയിൽ ഉണ്ടാവണ്ടേ? ലാഭമില്ലാത്ത കാര്യങ്ങളിലും മനുഷ്യർ ഏർപ്പെടണ്ടേ? ഒരു സ്നേഹിത പുസ്തകക്കെട്ടുമായിട്ടാണ് ആ വലിയ കൂട്ടുകുടുംബത്തിലോട്ട് കയറി ചെന്നത്. അപ്പോൾ അവരുടെ ചേട്ടത്തിമാർ അവളോട് ചോദിച്ചു, എന്താ ഇത് പുസ്തകക്കെട്ടുകൾ? അപ്പോൾ അവരെല്ലാം കൂടി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റീൽ പാത്രങ്ങളും പട്ടുസാരികളൊക്കെ ആയിട്ടാവും, നിനക്ക് മാത്രം എന്താ ഈ പുസ്തകങ്ങൾ? എന്താ ഉത്തരം പറയുക? പുസ്തകങ്ങൾ കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും നല്ല വായനക്കാരൻ, ഏറ്റവും നല്ല എഴുത്തുകാരൻ എന്താ പറയാൻ പറ്റുക? ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും ഒരു മൂല്യം ഈ പുസ്തകങ്ങൾക്കുണ്ടോ? അപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ കാണാത്ത ചില കാര്യങ്ങൾക്ക് മൂല്യമുണ്ടെന്ന് മനസ്സിലാക്കാനും അതിനൊക്കെ ആദരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഈ തിരുഹൃദയ നടയിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിച്ച് കണ്ടെത്താവുന്നൊരു കാര്യമാണ്. കാരണം ആ ഹൃദയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ ഒരിക്കലും നമുക്ക് ആ പരാമർശം ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ തൻ്റെ ശിരസ് യേശുവിൻ്റെ മാറോട് ചേർന്ന് കിടന്നു. സറണ്ടർ യുവർ ലോജിക് ടു ദ ഹാർട്ട്. അതിനകത്ത് ആവശ്യത്തിലേറെ പരിക്കുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര എളുപ്പമല്ല. പക്ഷെ അത് വല്ലാതെ നിങ്ങളെ ഒരു ദീർഘകാലം കൊണ്ട് നിങ്ങളെ ഈ ഭിത്തിയിൽ ആ രൂപത്തെ കണക്ക് പ്രകാശമുള്ള ഹൃദയത്തിന് ഉടമയാക്കി മാറ്റും. പിന്നെ ആ ഒടുവിലായിട്ട് മരിച്ചിട്ടും അവൻ്റെ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകിയെന്ന് പറയുന്ന ആ വാക്കിനെ കൂടി ഓർമ്മിച്ചിട്ട് നമുക്ക് ഈ തിരുഹൃദയ വിചാരങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ നടയിൽ നമസ്കരിക്കാം. ഇതിപ്പോഴും സജീവമാണ്. ആ ഹൃദയം ഇപ്പോഴും മിടിക്കുന്നുണ്ട്. ഗഷ്ഫോർത്ത് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഉറവക്കണ്ണി കുത്തിയെന്നുള്ള അർത്ഥത്തിലാണ്. ഒരു മരിച്ചൊരാളുടെ മുറിവിൽ നിന്നിങ്ങനെ ചലമൊഴുകുന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇങ്ങനെ കിണർ കുത്തി ചെല്ലുമ്പോഴേക്കും ഒരു പ്രത്യേക ഇടത്തിൽ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വെള്ളം വന്നിട്ട് ഈ കുത്തുന്നവനെ കുളിപ്പിച്ചെന്ന് പറയുന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് കണക്ക് 12,000 വർഷം മുമ്പ് കടന്നു പോയ ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടങ്കണങ്ങളിൽ ഇപ്പോഴും സജീവമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കുത്തി ഒഴുകുന്നുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് തിരുഹൃദയം. അതിനകത്തുനിന്ന് വന്ന ആ ഉറവയിൽ അന്ധൻ, അങ്ങനെയൊക്കെ പാരമ്പര്യം പറയുന്നത്, ഇയാളുടെ നെഞ്ചിനെ പുലർത്തിയ മനുഷ്യനാണ്. അയാൾക്ക് പോലും കാഴ്ച കിട്ടുന്നുണ്ട്. ആ സ്നേഹപ്രവാഹത്തിൽ എന്തെങ്കിലുമൊക്കെ കയ്പിക്കുന്ന അനുഭവങ്ങൾ. എല്ലാ വീടും വളരെ ആദർശപരമാണെന്ന് കരുതാൻ മാത്രം ബുദ്ധിമോശമുള്ള ഒരാളല്ല ഞാൻ. ഏതൊരു വീടിനും അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. നീലമാങ്ങളുടെ വീടെന്നൊക്കെ പറഞ്ഞ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ അങ്ങനെയാണ് ആകർഷിച്ചതോ വിഷമിപ്പിച്ചതും പിന്നീട്. കാരണം നീലമാങ്ങളുടെ പ്രത്യേകത എങ്ങനെയാണ്, എത്ര ഭംഗിയുള്ള മാങ്ങയാണ്, ഏറ്റവും രുചിയും വലിപ്പമൊക്കെ ഉള്ള മാങ്ങയാണ്, പക്ഷേ അതിനകത്തൊരു പുഴുണ്ടാകുന്ന പറയുക. അപ്പോൾ മിക്കവാറും എല്ലാ വീടുകൾക്കും ഉണ്ടാകുന്ന വിശേഷം അതാണ് നീലമാങ്ങളുടെ വീട്. കാണുന്ന ഈ അഴകോ
കാണുന്ന ഈ ഒരു ഭംഗിയോ ഒന്നും അകത്തേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ കാലാന്തരെ ഈ ഒരു സ്നേഹപ്രവാഹത്തിൽ എല്ലാ കയ്പും മധുരമാകും. നമ്മൾ കുറേ കൂടി ഇങ്ങനെ ചേർത്ത് പിടിച്ച് തിരുനടയിൽ കത്തുന്ന മെഴുതിരികൾ കണക്ക് കുറേ കൂടി പ്രകാശമുള്ളവരായിട്ട് മാറും. അതിന് അതൊരു ഹൃദയം നമ്മളെ സഹായിക്കും നിശ്ചയമായും. ആമേൻ. ജീവിതം പ്രഭാമയം സന്നിധാനം.